പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇത് കോളാമ്പി ചെടിയാണ് കേട്ടോ. ഇത് കോളാമ്പി ചെടി നമ്മൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇന്നിങ്ങനെ പൂവ് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. നല്ല മഞ്ഞ കളർ പൂവാന്ന് വെച്ചാൽ കോളാമ്പി ചെടി രണ്ട് വിധം ഉണ്ടല്ലോ, ചുവപ്പ് കളറും മഞ്ഞയും. ഇത് നമ്മളടുത്ത് മഞ്ഞാണല്ലോ കേട്ടോ. ഇതൊരു പുല്ലാണ് കേട്ടോ. സീസൺ ചെടിയാണെങ്കിൽ നമ്മളടുത്ത് ഒരുപാട് പ്രാവശ്യം പൂവ് ഇട്ടു കേട്ടോ. ഇത് മാസമാറി ചെടി എന്ന് പണ്ട് പറയും. ഇതിൻ്റെ ശാസ്ത്രനാമൊന്നും അറിയില്ല. അതൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ബോഗൺവില്ലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ തലപ്പത്ത് മാത്രമാണ് പൂവുണ്ടാകുന്നത് കേട്ടോ. അതിങ്ങനെ ഒരു കൊള്ളി പോലെ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതൊരു പ്രത്യേക ഒരു മുള്ള് ചെടിയാണ് കേട്ടോ. ഭയങ്കര ഷാർപ്പ് മുള്ളാണ്. കുത്തിയാൽ ഭയങ്കര കടച്ചിലാണ്, പുഴക്കാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷേ അതിൻ്റെ പൂവ് കണ്ടാൽ നമ്മൾ ആരും വിടൂല കേട്ടോ. നല്ലൊരു ചെടിയാണ്. പിന്നെ അത് ചെമ്പരത്തി ഒരു റോസ് കളർ ചെമ്പരത്തി, അത് നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ ഇലകൾ ശിഖരങ്ങളൊക്കെ ഒരുപാടായിട്ട് പന്തലിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ പൂ വലിയൊരു കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പിന്നെ നല്ല ഇലച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ഇതൊരു പിന്നെ ഇലച്ചെടിയാണ്. ഇത് നമ്മളൊരു വലിയൊരു കമ്പ് നാട്ടിയിട്ട് കൊത്തിയിട്ട് അതിമന്നുണ്ടായതാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗം കണ്ടാൽ അതൊരു ചെറിയൊരു ചട്ടിയാണ്. ഇതിൻ്റെ അടിഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ കമ്പിൻ്റെ വലിപ്പം. ഇത് നമുക്ക് അങ്ങനത്തെ വലിയ കമ്പുണ്ടെങ്കിലും ഇത് നല്ല മണ്ണിൽ പിന്നെ താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേര് പിടിക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ നേരത്തെ കാണിച്ച ആ ഒരു പുല്ലിൻ്റെ വേറൊരു പിന്നെ അതുണ്ട് കേട്ടോ. അതും കുറച്ച് വലിപ്പമുള്ളത്, മറ്റേത് കുറച്ച് അതിൻ്റെ മിനിയേച്ചറാണ് ആദ്യം കാണിച്ചത് കേട്ടോ. ഇതിപ്പോൾ വലിയ പൂവാണ് ഉണ്ടാവുക. നല്ല വലിപ്പമുണ്ടാവും ഈ പൂവിന്. അതിൻ്റെ ആ പൂവ് നല്ല ഭംഗിയുണ്ടാവും, നല്ല വലിപ്പമുണ്ട്. ഒരു ദിവസം കൂടുതൽ നിൽക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ തെച്ചിയാണ് കേട്ടോ. ഇത് തെച്ചി പിന്നെ നല്ല വലിയൊരു മരമായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ശിഖരങ്ങളും ഇതിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിന് പിന്നെ ഇത് നമ്മൾ പൂജക്കൊക്കെ എടുക്കണ പിന്നെ തെച്ചി ഉണ്ടല്ലോ, ആ ഒരു തെച്ചിയാണ് കേട്ടോ. നല്ല റെഡ് കളറാണ് കേട്ടോ. അതിങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ. അതിന് നല്ല വലിയൊരു തൈയാണ്, വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയൊരു പ്ലാന്റാണത്. പിന്നെ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇന്നൊരു നല്ലൊരു ഭംഗിയുള്ളൊരു പൂവുണ്ടാവും. ഞാൻ ഇതിൻ്റെ മുൻപ് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ പൂവെന്നാണ് കാണും. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പേരുണ്ടെങ്കിൽ യൂട്യൂബിൽ അല്ല പിന്നെ ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിമുണ്ടായാൽ. പിന്നെ ഇത് പിന്നെ എന്താണ് ഇതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, വിട്ടുപോയി കേട്ടോ. നല്ല നല്ല റോസിൻ്റെ അതിൽ നല്ല പൂവുള്ള നമ്മൾ റോഡ് സൈഡിലൊക്കെ അത് ധാരാളമായിട്ട് കണ്ടുവരുന്ന അതിൻ്റെ ഒരു ഹൈബ്രിഡാണ് കേട്ടോ. നമ്മളെ നാട്ടിൻപുറത്തുള്ള അത്ര അതിൻ്റെ അതിലൂടെ നല്ല ഹൈബ്രിഡ് ഒരു ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇത് പിന്നെ ബോഗൺവില്ല കണ്ടില്ലേ. ഇതിപ്പോൾ ഒക്കെ ഇതിന് ഇനി പൂവ് വരില്ല കേട്ടോ. ഇനി സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് പൂവ് വരുള്ളൂ. ഇതിൻ്റെ മുൻപ് ഞാൻ ആദ്യം കാണിച്ചില്ല ഒരു ചെടി. അതിൻ്റെ ഒരു ഇതിന് പൂവ് മൊട്ടുകളുണ്ട് കേട്ടോ. വേറെ അതിൻ്റെ പൂക്കൾ നല്ല റെഡ് കളറായിട്ട് ഇതിൻ്റെ അടുത്ത കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഇലച്ചെടിയാണ്. ചെറിയൊരു ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു ഇലച്ചെടി നട്ടിട്ടുള്ളത്. ഒരു നന്ന ചെറിയ ചട്ടിയാണ് കേട്ടോ അത്. ഇത് പിന്നെ ഇടയ്ക്ക് നമ്മളിതിൻ്റെ കമ്പൊക്കെ ഒന്ന് കോതി കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പുഷാക്കി നിർത്തുക ചെയ്യുന്നത്. പിന്നെ ഈ ഭാഗത്ത് എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പേര്, ഇതും തന്നെ ഇതിൻ്റെ ഇലക്ക് നല്ലൊരു കളറാണ്. പക്ഷേ ഇത് പേരറിയില്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഇതിൻ്റെ കമ്പ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓരോ കഷ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പിടിക്കുന്നൊരു ഇതാണ്. പിന്നെ ബോഗൺവില്ലൊക്കെ ഇപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ പൂവ് അവിടെയൊക്കെ ഉള്ളു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു 4 മാസം ഇങ്ങനെ കെയർ ചെയ്ത് എടുത്ത് വെക്കുമ്പോഴാണ് പിന്നെയാണ് അത് എല്ലാം പൂവായി വരും കേട്ടോ. റോസുമ്മലും നല്ല പൂക്കളുണ്ട്. റോസ് നല്ല പിന്നെ പ്രൂണിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ. പക്ഷേ റോസിന് നമ്മൾ നല്ല കെയറിങ് കൊടുക്കണം, എന്നാലും തന്നെ പൂവുണ്ടാവും. ഇത് നല്ല റോസ് കളറുള്ളൊരു പിന്നെ തെച്ചിപ്പൂവാണ് കേട്ടോ. ഇത് കണ്ടില്ല, നമ്മൾ ബോഗൺവില്ല നല്ല വലുപ്പമുള്ള ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പം എന്ന് പറഞ്ഞാൽ നല്ല ഇതുണ്ട്. പിന്നെ നല്ല വണ്ണുള്ള പിന്നെ ഇതാണ് കേട്ടോ. നമ്മൾ പൂവിടുമ്പോൾ അത് നല്ലൊരു പിന്നെ ബുഷായിട്ടാണ് ഇപ്പോൾ നമുക്കതിങ്ങനെ ഉണ്ടാവുക. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് കാണാൻ.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെടിയുണ്ട്, ഇതിന് പൂത്തിരി ചെടി എന്നാണ് പറയുന്നത്. ഇതിന് വേറെന്താ പേര് അത് പൂത്തിരി കത്തിക്കണ അരിയൊക്കെ ഇതിമ്പോൾ പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ ജമന്തി മഞ്ഞയാണ് കേട്ടോ. ജമന്തി മഞ്ഞ പിന്നെ ഈ ജമന്തിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുട്ടിട്ടിട്ട് മാസങ്ങളോളം അതേപോലെ ഇങ്ങനെ വിരിയാതെ ഇങ്ങനെ നിൽക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ദേഷ്യം വരും കേട്ടോ. പിന്നെ ഇവിടെ റോസ് ഉണ്ട്. റോസ് ഇതിന് മുൻപ് കാണിച്ച അതിൻ്റെ ഒരു ബാക്കി തന്നെ കേട്ടോ. നല്ല പൂക്കളുണ്ടാവും, നല്ല വാസനയുള്ള റോസ് കണ്ടത്. നല്ല പനനീർ റോസ് അറിയില്ലേ, അതാണ്. ഇതിന് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തിട്ടുള്ള പുതിയ പിന്നെ ഇതൊക്കെ ഉണ്ടായതാണ് കമ്പ്. ഇത് നമ്മൾ നാട്ടിൽ പിന്നെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഇത് വയനാട് പ്രദേശത്തൊക്കെ നല്ല ഒന്ന് വേലിച്ചെടിയായിട്ട് പിന്നെ അങ്ങനെ വളർത്തുക കേട്ടോ. നമ്മളത് ഒരു ചെടിയായിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർ പേര് വേലിച്ചെടിയായിട്ടാണ് വളർത്തുന്നത്. നമുക്ക് കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അവർക്കത് അത്ര ഒരു ഭംഗി ഇല്ല. അവർ വേലിയായിട്ട് ഒരു പായ്ച്ചെടി എന്നുള്ള ഇതിൽ അങ്ങനെ വളർത്തി പോകുന്നു. പിന്നെ ഇവിടെ ഒക്കെ കണ്ടില്ലേ ബോഗൺവില്ലമ്മ ഇപ്പോൾ ഇടയ്ക്കൊക്കെ പൂവുള്ളൂ കേട്ടോ. പൂ ഇപ്പോൾ നല്ല മഴ ഒക്കെ വന്ന സ്ഥിതിക്ക് ഇനി അതിൽ പൂവുണ്ടാകാൻ സാധ്യതയില്ല. ഇടയ്ക്കൊക്കെ ഓരോ മുട്ട ചിലതിമേലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ സീസണ് കഴിഞ്ഞുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാവാത്തത് കേട്ടോ. നിങ്ങളൊക്കെ കണ്ടില്ല, ഇടയ്ക്ക് അവിടെയൊക്കെ ഓരോ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ പിന്നെ ബോഗൺവില്ല, ഇതൊക്കെ ബോഗൺവില്ലയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി ബ്രൂൺ ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നല്ല വളമൊക്കെ ചെയ്ത് നമ്മൾ അടുത്ത സീസണിക്ക് അത് പിന്നെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പിന്നെ ഇപ്പോൾ നല്ല പൂവുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ബോഗൺവില്ലക്കൊക്കെ പൂവുണ്ട്. അവിടെ തെച്ചിയുണ്ട്. പിന്നെ ഇതൊരു ഓലച്ചെടിയാണ് കേട്ടോ. അത് നമ്മൾ ബുഷായിട്ട് ഇങ്ങനെ നിർത്തി കട്ട് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് അങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അത് ചട്ടിയിൽ നമ്മൾ വലിയൊരു പരിചരണമൊന്നും വേണ്ട കേട്ടോ. പരിചരണം ഇല്ലെങ്കിൽ തന്നെ നമുക്കത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണിത്. നമ്മൾ പിന്നെ ഇൻഡോറാക്കി വെക്കാം കേട്ടോ. ഇത് റെഡ് പ്ലാന്റ് ആണ്. റെഡ് പ്ലാന്റ് പല ഭാഗത്തും പല കളറുമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ ഈ ഒരു വയലറ്റ് കൂടിയ ഒരു കളറാണ്. പിന്നെ അത് നമ്മൾ കുറച്ചുകൂടി വെയിലത്തുള്ളത് റെഡായിട്ടും വരും. തീരെ വെയിൽ കൊള്ളാടുത്ത് തൊടുത്തൊരു കുറഞ്ഞൊരു പച്ച കളറായിട്ടും വരും. ഇത് ഈ തളിരയിലങ്ങനെ ഉണ്ടാവണില്ല. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ പേരറിഞ്ഞു ഞാൻ മറന്നുപോയി. ചെടികളെ പേരൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കണില്ല കേട്ടോ. ആ ഒരു വിഷയം എനിക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ബോഗൺവില്ലയാണിത്. ബോഗൺവില്ല നല്ലൊരു വലിയൊരു മരമാണ് കേട്ടോ. ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ കൊമ്പ് കോതി കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ കൊമ്പ് വെട്ടി അതിൻ്റെ ആ ഒരു പിന്നെ ഭംഗിയിൽ നിർത്തിയെങ്കിൽ തന്നെ അതിന് നല്ല പൂവുണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പൂവൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഇത് ഈ ഒരു ചെടിമ ഇപ്പോഴും പൂവ് നല്ല ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെടികൾ ഈ അൺസീസൺ ടൈമിൽ ഇതിങ്ങനെ പിന്നെ പൂക്കളുണ്ടാകുന്ന ചെടിയൊക്കെ നമ്മൾ അതിൻ്റെ കട്ടിങ് എടുത്ത് വെച്ചെടുത്ത് പിന്നെ നമ്മൾ പിന്നെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ അൺസീസണിലും പൂവ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടായതാണ് എനിക്കത് ഈ സമയത്ത് എന്തിനും പൂവുണ്ടാകുന്നത്. പിന്നെ ഇത് നമ്മളൊരു ഹോസ്പിറ്റൽസിൻ്റെ പൈപ്പിലാണ് നമ്മൾ ഈ പുല്ല് ചെയ്തിട്ടുള്ളത്. അടിയിൽ പിന്നെ റെഡ് പ്ലാന്റ് ഉണ്ട്, ഇലച്ചെടികളുണ്ട്. പിന്നെ അതിൻ്റെ ഷെയ്ഡായിട്ട് നമ്മൾ ഈ ഒരു പച്ച ബുഷായിട്ട് വെട്ടി കൊടുക്കണേ, അതിൻ്റെയും പേരറിയില്ല. അത് ഇതിൻ്റെ ഷെയ്ഡായിട്ട് വെച്ച് കൊടുത്താണ് കേട്ടോ. അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണത്. പിന്നെ ആ ഒരു റെഡും ഒരു ഗ്രീൻ കളറും കൂടി ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് പിന്നെ വീടിൻ്റെ ചെടികളൊക്കെ ബോർഡർ കൊടുക്കാനും അതിനൊക്കെ ഈ റെഡ് പ്ലാന്റ് ഈ ബുഷ് ചെടി ഇത് രണ്ടും പറ്റും കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പോൾ ഈ കുളത്തിൻ്റെ ചുറ്റുപാടും ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയോടുകൂടി വളരുന്നുണ്ട്. നമ്മളതിന് വളം അങ്ങനെ ഇട്ട് കൊടുക്കണമൊന്നുമില്ല, എന്നാലും അത് നല്ല ഉഷാറായിട്ടാണ് വളരുന്നത്. ഈ റെഡ് പ്ലാന്റും അതിൻ്റെ ഒപ്പമുള്ള പിന്നെ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ബുഷ് കേട്ടോ. നമ്മൾക്കിതൊക്കെ ഇതിൻ്റെ കമ്പ് നടുന്നൊരു വീഡിയോ പിന്നെ അത് തൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കയറി ഒന്ന് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ നടിയിൽ എങ്ങനെയാണെന്ന് പരിചരണം എങ്ങനെയാണെന്നൊക്കെ കണ്ട് മനസ്സിലാക്കാം. പിന്നെ റോസാണ് ഇവിടെ ഉള്ളത്. ലില്ലി പോപ്പി ഉണ്ട്. പിന്നെ പേരറിയാത്ത ഒരുപാട് ചെടികളുണ്ട്. നമ്മളടുത്ത് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഈ പുല്ലിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ ആസ്പെറ്റോസിൻ്റെ പൈപ്പിൽ പിന്നെ ഇത് വെച്ചിട്ടുള്ളത്, പിന്നെ പുല്ല് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ലൈന് ഒരു 8 പൈപ്പ് ആണ് നമ്മൾ 1.5 മീറ്റർ മുറിച്ചിട്ട് 1/2 മീറ്റർ അടിയിലേക്ക് വെച്ചിട്ട് 1 മീറ്റർ മുകളിലാണിത് മണ്ണിൻ്റെ മുകളിലേക്ക് നിർത്തുന്നതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ പുല്ല് അതുപോലെ തന്നെ ആ വള്ളിച്ചെടി, അതായത് ഈ ആലിൻ്റെ മരം ഇതിനൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് പൈപ്പിലാണ്. അതിൻ്റെ ഉൾഭാഗത്ത് കൂടിയാണ് വളരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആല് ഉണ്ട്.
പിന്നെ ആസ്പെറ്റോസ് പൈപ്പിൽ 8 പൈപ്പിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓലച്ചെടി ഉണ്ട് അപ്പുറത്തിട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പിന്നെ മുറ്റത്തേക്ക് ഇറക്കിയിട്ടാണ് ഈ ഒരു 2 ലൈന് നമ്മൾ ഇവിടെ ചെടി വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ചെടി വെച്ചതിൻ്റെ ഇതിലുള്ളത് ബുഷ് ആയിട്ട് നമ്മൾ പിന്നെ കുളത്തിൻ്റെ ചുറ്റുപാട് ആ ലൈന് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ചെടിയാണ് കേട്ടത്. അപ്പുറത്ത് പിന്നെ U4B ഉണ്ട്. അതിൻ്റെ പിന്നെ നല്ല പിന്നെ ചെടികൾ ഇതുണ്ട്. സോറി, ഇത് U4B അല്ല കേട്ടോ, ഒരു പേര് ഞാൻ വിട്ടു. ഇത് പിന്നെ തെച്ചി പിന്നെ ഇപ്പോൾ പിന്നെ സീസൺ ആയതുകൊണ്ട് പൂവ് കുറവാണ്. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനി ഒന്നും കൊണ്ട് വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പൂവിടാൻ തുടങ്ങും കേട്ടോ. അപ്പോഴാണ് നമുക്കത് നല്ലൊരു പൂവ് കിട്ടുള്ളൂ. പിന്നെ ആ ചട്ടിയിലുള്ളത് ഓലച്ചെടി, അത് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ. ഒരു ലൈനായിട്ട് ഇങ്ങനെ കൊടുത്താൽ ആസ്പെറ്റോസിൻ്റെ പൈപ്പിലുള്ള പിന്നെ പുല്ലും അതുപോലെ റൗണ്ട് ഷേപ്പിലായപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ കേട്ടോ. ആ ഓലച്ചെടി ഇങ്ങനെ ആ ഒരേ ലൈനിൽ നമ്മളിതിങ്ങനെ കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ആ പുല്ല് നമ്മൾ കുറച്ച് ആദ്യം നട്ടതാണ് ഈ ഒരു പൈപ്പിലൊരു സാമ്പിൾ കേട്ടോ. അത് നമ്മളിപ്പോൾ ഒരു കോൽമുട്ടായിൻ്റെ ഒരു രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. പിന്നെ ഇവിടെ തെച്ചിയുണ്ട്. അതുപോലെ തന്നെ ഈ പേരറിയാത്ത വേറൊരു ചെടിയുണ്ട്. അങ്ങനെ നമ്മളടുത്ത് ഒരുപാട് ചെടികളുണ്ട്. ഞാൻ ഈ പിന്നെ എൻ്റെ ചാനലിൽ ഈ ചെടികളെ പറ്റിയും അതുപോലെ തന്നെ പിന്നെ പച്ചക്കറി കൃഷിയെ പറ്റി അതിൻ്റെ പരിപാലനവും അതിൻ്റെ വിത്തും നടലും ഒക്കെ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മതി. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാൻ, നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ചെടികളുടെ എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അത് എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരമാവും. അതിൻ്റെ മറുപടി വരുമ്പോഴും പിന്നെ എനിക്ക് അറിയാത്ത ഓരോരോ ടിപ്സുകളൊക്കെ നിങ്ങളതിന് കിട്ടാനും അത് സഹായമാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റെഡ് പ്ലാന്റ് ഈ സൈഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാണിപ്പോൾ ഈ ഭാഗത്ത്. പിന്നെ ആ ഒരു നിൽക്കുന്നത് ഓലച്ചെടി ഒരു വയലറ്റ് കളറാണ് കേട്ടോ. നമ്മളെ ഈ കുളത്തിൽ ഒരുപാട് മീനുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആമ്പലുണ്ട്. ആമ്പൽപ്പൂവൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ആമ്പൽ പൂക്കൾ നല്ല ഉണ്ടാവുന്നുണ്ട്. ഒരു ദിവസം 5-6 പൂക്കളൊക്കെ അതിൽ വരുന്നുണ്ട്. നല്ല ആമ്പൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ല, നല്ല വലിപ്പമുള്ള ഇലകളാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാൻ. വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഞാൻ പിന്നെ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുളത്തിലുള്ള പിന്നെ ചെടികൾ അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പിന്നെ ഈ എന്താ പറയുക പിന്നെ റെഡ് പ്ലാന്റ് ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.